ഹായ്. അപ്പോൾ ഓണചിത്രങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായിട്ട് 4 മലയാള ചിത്രങ്ങൾ ഇറങ്ങി. റിലീസ് ദിവസങ്ങളും വീക്കെൻഡും കഴിഞ്ഞു. എന്നിട്ടും ഒരു ദിവസം കൂടി, അതായത് ഒരു വർക്കിംഗ് ഡേ കൂടി കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വർക്കിംഗ് ഡേകളിലെ ബുക്കിങ്ങുകൾ കൂടി കണ്ടു കഴിഞ്ഞാലേ സത്യത്തിൽ ഒരു സിനിമ വിജയമാണോ, സൂപ്പർ വിജയമാണോ, അതോ പരാജയമാണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റൂ. മാത്രമല്ല, തുടക്ക ദിവസങ്ങളിൽ കൂടുതലും സിനിമ കാണുന്നത് സിനിമാ പ്രാന്തന്മാരായിരിക്കും. പിന്നെ വീക്കെൻഡ് കളക്ഷൻ കൂടുതലും വരുന്നത് എല്ലാ ആഴ്ചയും ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു സിനിമ കാണുക എന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ നിന്നുള്ള കളക്ഷൻ ആയിരിക്കും. അതിന് ശേഷവും ബുക്കിംഗ് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം കുറഞ്ഞത് ഒരു 2 ആഴ്ചയെങ്കിലും അത് തിയേറ്ററുകളിൽ ഉണ്ടാകും എന്നുള്ളത്. പിന്നെ ഓണച്ചിത്രം ആയതുകൊണ്ട് ഓണം വരെ നിലനിർത്താതെ നിവൃത്തിയില്ല. പിന്നെ ആഴ്ചയുടെ അവസാനം ഇറങ്ങുന്ന പടങ്ങൾ എന്ത് വന്നാലും സിനിമാക്കാർ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണെങ്കിലും ഞായറാഴ്ച വരെ തിയേറ്ററുകളിൽ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം നടത്തും. അതിന് ശേഷമാണ് എക്സ്ട്രാ സ്ട്രെയിൻസ്, ഷോ കട്ടിങ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ ഇത്തവണ തുറന്നു പറയാലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹൃദയപൂർവ്വം കളിച്ചിരുന്ന തിയേറ്ററുകളിൽ ശനിയാഴ്ച ആയപ്പോഴേക്കും തന്നെ, അതായത് നെക്സ്റ്റ് ഡേ തന്നെ ഒരു ഷോ കട്ട് ചെയ്തിട്ട് ലോക പ്രദർശിപ്പിച്ചു. ഞായറാഴ്ച 2 ഷോകൾ കുറച്ചിട്ട് പകരം ലോക പ്രദർശിപ്പിച്ചു. ഇതേ സംഭവം കേരളം മുഴുവൻ നടന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ലോക റിലീസ് ഡേറ്റിൽ 250 തിയേറ്ററുകളിലായിരുന്നത് തൊട്ടടുത്ത ദിവസം 400-നടുത്ത് തിയേറ്ററുകളിലായിട്ട് മാറിയത്. അതിനു മുൻപ് ഇതുവരെ ലോക നേടിയ റെക്കോർഡുകൾ ഒന്ന് പറയാം. അതായത് ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ്, അതായത് ഒന്നാമത്തേത് ലാലേട്ടന് ശേഷം ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിലെത്തുന്ന മലയാള സിനിമ. രണ്ടാമത്തേത് സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രത്തെ വെച്ച് ഇറക്കിയ മലയാള സിനിമകളിലെ ഏറ്റവും വേഗം 50 കോടി ക്ലബിലെത്തുന്ന ഒരു ചിത്രം എന്നുള്ള പദവി ലോക നേടി. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് ആണ്. അതിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ലോകയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ എണ്ണം 2,75,000 ആണെങ്കിൽ ഹൃദയപൂർവ്വത്തിന് അത് വെറും 96,000 മാത്രമാണ്. ഓടും കുതിര ചാടും കുതിരയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് വെറും 6,500 ആണ്. പിന്നെയുള്ളത് ഷോകളുടെ എണ്ണമാണ്. കേരളത്തിലെ ലോകയുടെ ഷോകളുടെ എണ്ണം 850 ആണെങ്കിൽ ഹൃദയപൂർവ്വത്തിൻ്റെത് വെറും 650 മാത്രമാണ്. പക്ഷേ ഷോ നടന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതിന് എത്ര പേര് കയറുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് ഒക്യുപ്പൻസി റിപ്പോർട്ട് നമ്മൾ നോക്കേണ്ടത്. അതായത് ഓരോ ഷോകൾക്കും ഓരോ തിയേറ്ററുകളിലും എത്ര ശതമാനം സീറ്റുകൾ ബുക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതിൽ ലോക ഓവറോൾ നോക്കുമ്പോൾ, അതായത് രാവിലത്തെയും ഉച്ചക്കലത്തെയും വൈകിട്ടത്തെയും രാത്രി ഷോകളുടെയും കണക്ക് മൊത്തമായിട്ട് നോക്കുമ്പോൾ തന്നെ 82%. അതായത് 100 സീറ്റുകൾ ഉണ്ടെങ്കിൽ 82 സീറ്റിലും ആളുണ്ട് എന്ന് സാരം. ഇത് ഓൾ ഇന്ത്യ സ്റ്റാറ്റസ് ആണ് കേട്ടോ. കേരളത്തിലെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 97% ഒക്യുപ്പൻസി, അതായത് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ. അതേസമയം ഹൃദയപൂർവ്വം നോക്കിക്കഴിഞ്ഞാൽ അത് 48%, ഓടും കുതിര ചാടും കുതിര 10%. അതായത് ഹൃദയപൂർവ്വം ഷോകൾ പകുതി ആളെ വെച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് സാരം. ഇനി കൃത്യമായിട്ടുള്ള കണക്കുകളിലേക്ക് പോയാൽ, അതായത് ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കിയാൽ ഇതുവരെ, അതായത് തിങ്കളാഴ്ച ഉച്ചവരെ ലോക വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയത് 69 കോടിയാണ്. അതായത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പെർ ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 17 കോടി രൂപയാണ്. ഹൃദയപൂർവ്വത്തിനാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച ഉച്ചവരെയുള്ള കണക്ക് നോക്കുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 44 കോടി രൂപയാണ്. ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യ എന്നുള്ള കളക്ഷൻ അല്ല, വിദേശ രാജ്യങ്ങളിൽ ലാലേട്ടൻ ചിത്രത്തിന്റെ കളക്ഷൻ ലോകയുടെ അത്രയും ഇല്ലെങ്കിലും കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. അതായത് പെർ ഡേ ഒരു 6 കോടിയൊക്കെ വിദേശത്തുനിന്ന് മാത്രം കിട്ടുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ മാത്രം കാര്യം നോക്കുമ്പോൾ ലോക ആദ്യ ദിവസം ഹൃദയപൂർവ്വത്തെക്കാൾ പുറകിലായിരുന്നു. പിന്നെ 2ാം ദിവസം മുതൽ ഹൃദയപൂർവ്വത്തെ ബഹുദൂരം പിന്നിലാക്കി. മാത്രമല്ല, വർക്കിംഗ് ഡേ ബുക്കിങ്ങും ലോകയുടേത് വീക്കെൻഡ് പോലെ തന്നെ തുടരുന്നുണ്ട്. അതേ ബുക്കിംഗ് നാളത്തേക്കും കാണിക്കുന്നുണ്ട്, അതായത് ചൊവ്വാഴ്ചത്തേക്ക്. പക്ഷേ ഹൃദയപൂർവ്വം തിങ്കളാഴ്ച ആയപ്പോഴേക്കും തളർന്നു എന്നുള്ളതാണ് സത്യം. അതായത് ലോകയുടെ ഇന്ത്യ കളക്ഷൻ ഇതുവരെയുള്ളത് 35 കോടിയാണെങ്കിൽ ഹൃദയപൂർവ്വത്തിൻ്റെത് വെറും 16 കോടി രൂപയാണ്. ഓടും കുതിര ചാടും കുതിരയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ 1 കോടി തികച്ചിട്ടില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയുമുണ്ട്. ഇനി ഓണാവധിക്കാണെങ്കിലും ലോക ഇതുപോലെ തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള വർക്കിംഗ് ഡേ കളക്ഷൻ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.